ഹലോ എവരി വൺ, എല്ലാവർക്കും ചാണക്യ മെൻറ്ററിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക് സിവിൽ സർവീസ് എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് സിസാറ്റിനെ കുറിച്ചും അതിനെ എങ്ങനെയൊക്കെയാണ് അതിനെ യൂസ് ചെയ്യേണ്ട സ്ട്രാറ്റജീസ്, ടിപ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊരു ഇവല്യൂഷനാണ്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസ്. കാരണം ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരിക്കും, സിസാറ്റിൽ അത്ര ശ്രദ്ധിക്കേണ്ട കാര്യം ഇല്ല എന്നൊക്കെ ചിന്തിക്കുന്ന അധികം കാൻഡിഡേറ്റ്സ് ഉണ്ട്. അവർക്കൊക്കെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ എങ്ങനെയൊക്കെ ടിപ്സൊക്കെ യൂസ് ചെയ്യാം എന്നൊക്കെ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. പ്രിലിംസ് ദർ ആർ 2 പേപ്പേഴ്സ്. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. GS പേപ്പർ 1 ആൻഡ് GS പേപ്പർ 2. GS പേപ്പർ 1-ൽ 100 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുക. ഓരോ ക്വസ്റ്റ്യൻസിനും 2 മാർക്ക് വീതമാണ്. അത് തന്നെ 200, ടോട്ടൽ 200 മാർക്സ് ആണ് ഉണ്ടായിരിക്കുക. ദെൻ GS പേപ്പർ 2 കോഴ്സ് സിസാറ്റ് പേപ്പറിന് 80 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുക. ഓരോ ക്വസ്റ്റ്യൻസിനും 2.5 മാർക്ക്, ടോട്ടൽ 200. അതായത് GS പേപ്പർ 1-നും അതേപോലെ തന്നെ GS പേപ്പർ 2-നും ടോട്ടൽ 200 മാർക്സ് ആണ് ഉണ്ടായിരിക്കുക. സിസാറ്റ് മീൻസ് ദ സിവിൽ സർവീസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 2011-ലാണ്. സിസാറ്റിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്നാൽ അനലിറ്റിക്കൽ സ്കിൽ, റീസണിങ് എബിലിറ്റി, അതുപോലെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എല്ലാം ചെക്ക് ചെയ്യുക എന്നതാണ്. സിസാറ്റ് എക്സാം 2015 മുതൽ കാൻഡിഡേറ്റ്സിന് 33% സ്കോർ ചെയ്താൽ മാത്രമേ മെയിൻ എക്സാം ക്വാളിഫൈ ആവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് ക്വാളിഫൈഡ് പേപ്പറാണ്. സിവിൽ സർവീസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നത് ഒരു ക്വാളിഫൈഡ് പേപ്പറാണ്. ഔട്ട് ഓഫ് 200-ൽ 66.66 മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു പേപ്പർ ക്വാളിഫൈ ആവുകയുള്ളൂ. ഈ ഒരു ക്ലാസ്സിൽ സിസാറ്റ് എങ്ങനെ ക്ലിയർ ചെയ്യാമെന്നും അതിന് ആവശ്യമായ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ട കാര്യങ്ങളെന്നും എക്സാം പാറ്റേണും ഇതിൽ ഉൾപ്പെടുത്തുന്നതാണ്. In 2015, the CSAT was made a qualified paper. സബ്ജക്റ്റിന് അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് കൊടുക്കാതെയാണ് ഈ ഒരു പേപ്പർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നിരവധി കാൻഡിഡേറ്റ്സ് ഓവർ കോൺഫിഡൻസ് മൂലം സിസാറ്റ് പേപ്പർ ഫെയിൽ ആവുന്നുണ്ട്. കുറച്ച് എക്സ്പീരിയൻസ് ഡിഫിക്കൽട്ട് പേപ്പറായിട്ടുള്ള GS പേപ്പർ 1 ക്വാളിഫൈ ആയാലും സിസാറ്റ് ക്വാളിഫൈ ആവുന്നില്ല. ഈ ഒരു ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സിസാറ്റിൻ്റെ ഇമ്പോർട്ടൻസും ചെറിയൊരു എഫേർട്ട് എടുത്താൽ തന്നെ ഈസിയായി ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് ഈ ഒരു സിസാറ്റ് എക്സാം. അതിന് നമ്മൾ യൂസ് ചെയ്യേണ്ട മെത്തേഡ്സൊക്കെയാണ് പറയുന്നത്. അതിനൊരു ഔട്ട്ലൈൻ പറയാം. സിസാറ്റ് 200 മാർക്സ് ആണ് ടോട്ടൽ. നെഗറ്റീവ് മാർക്ക് ഉണ്ട്, 1/3 ആണ് നെഗറ്റീവ് മാർക്ക്. 2 hours ആണ് എക്സാം ടൈം. ഓഫ്ലൈൻ എക്സാം ആണ്. ഇംഗ്ലീഷ് ഓർ ഹിന്ദി ഈ 2 ലാംഗ്വേജസിലും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. 66 മാർക്സ് ആണ് ഇതിന് ക്വാളിഫൈ ആവാൻ വേണ്ട മാർക്ക്. ഇനി ഇതുവരെ ചോദിച്ച ക്വസ്റ്റ്യൻസിനെ കുറിച്ചൊരു ഔട്ട്ലൈൻ പറയാം. ലോജിക്കൽ റീസണിങ് കഴിഞ്ഞ വർഷം 18 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. മാത്സ് ആണെങ്കിൽ 32 ക്വസ്റ്റ്യൻസ്, റീഡിംഗ് കോംപ്രഹെൻഷൻ 30 ക്വസ്റ്റ്യൻസ്. നമുക്ക് പെട്ടെന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് മാത്സും അതേപോലെ തന്നെ ലോജിക്കൽ റീസണിങ്ങും. അതുപോലെയല്ല റീഡിംഗ് കോംപ്രഹെൻഷൻ. വായിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുകയൊന്നുമില്ല. അതിന് സം ടിപ്സൊക്കെ നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ ഇതിനെ യൂസ് ചെയ്യേണ്ട ടിപ്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി പറയുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞു, റീഡിംഗ് കോംപ്രഹെൻഷനാണ്. 30 ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിൽ നിന്ന് തന്നെ ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം. അതുകൊണ്ട് തന്നെ ഈ വർഷം ഈ ഒരു ലെവലിൽ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വരുന്നൊരു ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പാസേജിന് യൂസ് ചെയ്യേണ്ട ടിപ്സ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. GS പേപ്പറിൽ 1-ൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ടായിരിക്കും. ഹിസ്റ്ററി, അതേപോലെ തന്നെ സയൻസ് ആൻഡ് ടെക്നോളജി, എത്തിക്സ്, ഇങ്ങനെയുള്ള ഒത്തിരി പേപ്പേഴ്സ് നമ്മൾ GS പേപ്പർ 1-ൽ പഠിക്കുന്നുണ്ടാവും. അതൊന്നും പാസേജിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുകയില്ല. അതുപോലെ തന്നെ നമ്മുടെ അസംഷൻസ്, ഇത് വായിച്ചു കഴിഞ്ഞാൽ ഇതായിരിക്കും എന്നുള്ളൊരു അസംഷൻസ് ഒക്കെ വെച്ചിട്ട് അപ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. ഇത് ഓതേഴ്സിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ കാണേണ്ടത്. നമ്മളൊരു പാസേജ് വായിച്ചു കഴിഞ്ഞാൽ തന്നെ, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ പാസേജിൽ നിന്ന് ഇൻഫോർമേഷൻ നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ ഇത് ഓതേഴ്സ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇങ്ങനെ ആയിരിക്കും ഇതിൻ്റെ ആൻസർ എന്നതാണ് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത്. അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ, അതായത് പെട്ടെന്ന് തന്നെ ഒരു പാസേജ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ കറക്റ്റ് പ്രാക്ടീസ് ഇതിന് വേണം. എക്സാമിന് 3 മാസം മുന്നേ എങ്കിലും ഇതിന് കറക്റ്റ് പ്രാക്ടീസ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. പാസേജ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഏറ്റവും ചെയ്യാൻ പറ്റുന്ന കാര്യം ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്യുക എന്നതിന് ശേഷം അത് കറക്റ്റായിട്ട് ചെയ്തു നോക്കുക എന്നുള്ളതാണ്. അതിൽ നമുക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റുന്നുണ്ട്, ഓതേഴ്സിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ആൻസർ കിട്ടുന്നുണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യാം.
പാസേജ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന വേറൊരു മെത്തേഡ് കൂടിയുണ്ട്. അതാണ് ന്യൂസ് പേപ്പർ റീഡ് ചെയ്യുക എന്നുള്ള കാര്യം. അതിൽ സിവിൽ സർവീസ് ആസ്പിരൻ്റ് ആണെങ്കിൽ വായിച്ചിരിക്കേണ്ട ന്യൂസ് പേപ്പറാണ് ദി ഹിന്ദു. ദി ഹിന്ദു കറക്റ്റായിട്ട് വായിക്കുക മാത്രമല്ല അതിനൊരു ക്ലിയർ നോട്ട് തയ്യാറാക്കുകയും വേണം. റീഡ് ഇറ്റ് എവരി ഡേ. ഇത് വായിക്കുമ്പോൾ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന വേറൊരു കാര്യം കൂടിയുണ്ട്. വൊക്കാബുലറി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. GS പേപ്പർ 1-നാണെങ്കിൽ കറണ്ട് അഫയേഴ്സിന് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു ന്യൂസ് പേപ്പർ റീഡ് ചെയ്യുന്നതിലൂടെയാണ്. CSAT-നാണെങ്കിൽ പാസേജ് വായിച്ചിട്ട് അത് ഓതേഴ്സിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമുക്കൊരു ആൻസർ കിട്ടുക എന്നുള്ളൊരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ന്യൂസ് പേപ്പർ വായിക്കുന്നതിലൂടെ അത് ഇൻക്രീസ് ചെയ്യുകയും പാസേജ് കറക്റ്റായിട്ട് നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ അതെന്താണെന്ന് മനസ്സിലാക്കാൻ കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പല ഇൻസ്റ്റിറ്റ്യൂഷനും പല രീതിയിൽ പറഞ്ഞു തന്നിട്ടുണ്ടാവും പാസേജ് എങ്ങനെ വായിച്ച് നമുക്ക് ഏത് സ്ട്രാറ്റജി യൂസ് ചെയ്യണമെന്നുള്ളത്. ചില പേഴ്സൺസ് പറയും പാസേജ് ഫുൾ വായിച്ചിട്ട് ആൻസർ ചെയ്യാൻ പറയുന്നവരുണ്ട്. ചിലരാണെങ്കിൽ ക്വസ്റ്റ്യൻസ് വായിച്ചതിന് ശേഷം പാസേജ് വായിച്ച് നോക്കാനും പറയാറുണ്ട്. ഇതൊരു ഗുഡ് മെത്തേഡാണ്. പാസേജ് വായിച്ച് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുമ്പോൾ പാസേജിനെ കുറിച്ച് നല്ലൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാവും. ബട്ട് ടൈം കൺസ്യൂമിങ് ആണ്. ഒരുപാട് ടൈം ആ ഒരു ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. ക്വസ്റ്റ്യൻസ് വായിച്ചിട്ടാണ് പാസേജ് വായിക്കുന്നതെങ്കിൽ അത്ര തന്നെ ടൈം വേണ്ടി വരില്ല. ഒരു ടൈം റെഡ്യൂസിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഈസി ആയിട്ട് തോന്നുന്ന മെത്തേഡ് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് നോക്കാം. അതിന് കറക്റ്റ് പ്രാക്ടീസ് വേണം. എന്നതിന് ശേഷം ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നതായിരിക്കും നന്നാവുക. ക്വസ്റ്റ്യൻസ് വായിച്ചിട്ടാണ് പാസേജ് വായിക്കുന്നതെങ്കിൽ കുറച്ചുകൂടി ഈസിയാണ് എന്നാണ്. കാരണം അത്രയും ടൈം ഒരു ക്വസ്റ്റ്യൻ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരികയില്ല. പല രീതിയിൽ പാസേജ് ചോദിക്കാറുണ്ട്. ദ ടേൺ ഓഫ് ഓതർ, മെയിൻ ഐഡിയാസ് ഓഫ് ഓതർ, സപ്ലിമെൻ്ററി ഇൻഫോർമേഷൻ, ഇൻഫറൻസ്, കൺക്ലൂസീവ് ഐഡിയ, അസംഷൻസ്, ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ആൻസർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എലിമിനേഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. റിലവൻറ്റ് ഐഡിയാസ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ഇറലവൻറ്റ് ഐഡിയാസ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അത് വായിക്കുമ്പോൾ തന്നെ ഏത് ക്വസ്റ്റ്യൻസ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇറലവൻറ്റ് ഐഡിയാസ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. ഓതേഴ്സിൻ്റെ വ്യൂസിൽ ക്വസ്റ്റ്യൻസും പാസേജും വായിക്കാനായിട്ടും ശ്രമിക്കുക. നെക്സ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വീക്ക്ലി ആൻഡ് മന്ത്ലി മാഗസീൻസ് റീഡ് ചെയ്യുക എന്നുള്ള കാര്യം. കുരുക്ഷേത്ര, യോജന പോലെയുള്ള മാഗസീൻസ് റീഡ് ചെയ്യുക. തുടക്കത്തിൽ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നുമെങ്കിലും പിന്നീട് ഓരോ പാരഗ്രാഫ് വായിച്ച് അതിൻ്റെ മീനിങ് മനസ്സിലാക്കി സാരാംശം അറിയാനായിട്ട് ശ്രമിക്കുക. എന്നാൽ ആത്മാർത്ഥമായ പരിശ്രമത്തിലൂടെ ഇത് എളുപ്പമാക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ന്യൂസ് പേപ്പർ വായിക്കുന്നതോടൊപ്പം അടുത്തതായിട്ട് ചെയ്യേണ്ട കാര്യമാണ് ലോക്സഭ TV, അതേപോലെ തന്നെ രാജ്യസഭ TV എന്നിവയെല്ലാം വാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കുകയും കീവേഡ് തയ്യാറാക്കുകയും ചെയ്തിരിക്കണം. ലോജിക്കൽ റീസണിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രാക്ടീസാണ്. നല്ലൊരു പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ അത് സ്കോർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അതിന് ബെസ്റ്റ് സോഴ്സ് എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്യുക എന്നുള്ള ഒരു മെത്തേഡ് മാത്രമാണ്. അടുത്തതായി CSAT ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ബേസിക് ന്യൂമറസി. ഇതിൽ വരുന്നതാണ് നമ്പേഴ്സ് ആൻഡ് ദെയർ റിലേഷൻസ്, ഓർഡേഴ്സ് ഓഫ് മാഗ്നിറ്റ്യൂഡ്സ് എക്സെട്ര. ഇതിനായി ക്ലാസ് 10 ലെവൽ ബുക്സ് നന്നായി റെഫർ ചെയ്യുകയാണ് വേണ്ടത്. ഡാറ്റ ഇൻ്റർപ്രിട്ടേഷനിൽ വരുന്നതാണ് ചാർട്ട്സ്, ഗ്രാഫ്, ടേബിൾ, ഡാറ്റ സഫിഷ്യൻസി എന്നിവ. ഇതിന് ക്ലാസ് 10 ലെവൽ ബുക്സ് തന്നെ റെഫർ ചെയ്യുകയാണ് വേണ്ടത്. മാത്സ് റിലേറ്റഡ് പ്രോബ്ലംസ്, നോ നീഡ് ടു വറി, പ്രോബ്ലംസ് ആർ വെരി സിമ്പിൾ. UPSC റിലേറ്റഡ് ആയിട്ടുള്ള മാത്സ് ക്വസ്റ്റ്യൻസ് എല്ലാം 10th സ്റ്റാൻഡേർഡ് ലെവലാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ 10th ലെവൽ ബുക്സ് എല്ലാം ഒന്ന് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ഈസിയായി നേടാൻ പറ്റാവുന്നതേ ഉള്ളൂ മാത്സ് ക്വസ്റ്റ്യൻസ്. ന്യൂമറിക്കൽ സ്കില്ലിൽ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ് ടൈം ആൻഡ് വർക്ക്, സ്പീഡ്, ഡിസ്റ്റൻസ്. ഇതിനെല്ലാം ഒരു ബേസിക് നോളജ് ഉണ്ടായിരിക്കണം. അതിനുശേഷം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. എക്സാമിന് എടുക്കുന്ന ടൈം കാൽക്കുലേറ്റ് ചെയ്യാനും ഇനി കൂടുതൽ ടൈം എടുക്കുന്നുണ്ടെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യാനും വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നു. ബുക്സ് ഫോർ UPSC CSAT പേപ്പർ. UPSCക്ക് ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പറാണ് CSATൻ്റെ ബെസ്റ്റ് ബുക്കും അതുപോലെ ഗൈഡും. കറക്റ്റായ പ്രാക്ടീസിലൂടെ മാത്രമേ ഇത് സോൾവ് ചെയ്യാനും ടൈം കാൽക്കുലേറ്റ് ചെയ്യാനും സ്പീഡ് കൂട്ടേണ്ട സൈഡ് ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി സ്പീഡ് കൂട്ടുന്നതിന് വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. IAS ടോപ്പേഴ്സ് CSATനായി റെക്കമെൻഡ് ചെയ്യുന്ന ബുക്സാണ് 2 ബുക്സാണുള്ളത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് വെർബൽ ആൻഡ് നോൺ വെർബൽ റീസണിങ് യൂസ് ചെയ്യാവുന്ന ഒരു ബുക്കാണ് RS അഗർവാളിൻ്റെ ബുക്ക്. അതൊരു ബെസ്റ്റ് ബുക്ക് തന്നെയാണ്. കഴിയുന്നതും അത് മേടിച്ച് ഒന്ന് ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും. അടുത്തതായി അനലിറ്റിക്കൽ റീസണിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ബുക്കാണ് MK പാണ്ഡെയുടെ ബുക്ക്. അതും മേടിച്ചൊന്ന് ചെയ്ത് നോക്കുക.
CSAT പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ടിപ്സിനെ കുറിച്ചൊക്കെയാണ് ഇനി പറയാൻ പോകുന്നത്. പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇവാലുവേറ്റ് ചെയ്തിരിക്കണം. ആദ്യമായി ചെയ്യേണ്ട കാര്യം ലാസ്റ്റ് ഇയർ CSAT പേപ്പർ ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. അതിൽ എത്രത്തോളം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നു എന്നും ഇനി എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്നും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾ ഹൈ ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യുന്നുണ്ട് എങ്കിൽ എക്സാമിന് 2-3 months മുന്നേ ആയിട്ട് അത് പ്രിപ്പയർ ചെയ്യുക. ബോർഡ് ലൈനിലാണ് നിങ്ങൾ നിൽക്കുന്നത് എങ്കിൽ കുറച്ചുകൂടി ടൈം എടുത്ത് പ്രിപ്പയർ ചെയ്യുക. എക്സാമിന് 6-8 months മുന്നേ ആയിട്ട് തന്നെ പ്രിപ്പറേഷൻ തുടങ്ങിയിരിക്കണം. നല്ലൊരു പ്രാക്ടീസിലൂടെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യുന്നതിനും ബെറ്റർ ടൈം മാനേജ്മെൻറ്റിനും കോൺഫിഡൻസ് കൂട്ടുന്നതിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കറക്റ്റ് മോക്ക് ടെസ്റ്റിലൂടെ സ്ട്രോങ് ഏരിയാസ് ഏതൊക്കെയാണ്, വീക്ക്നെസ് ആയിട്ട് നിൽക്കുന്ന ഏരിയാസ് ഏതൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് എഴുതി വെക്കുക എന്നുള്ള കാര്യം. മാത്സിലാണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്കാണിത്. എഴുതി വെക്കുക. എഴുതി വെക്കുന്നതിലൂടെ കൂടിയിട്ട് എക്സാമിൻ്റെ ലാസ്റ്റ് ഡേ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരു ക്വസ്റ്റ്യനും നിങ്ങളുടെ ഈഗോയെ ബേസ് ചെയ്തുകൊണ്ട് എടുക്കരുത്. മിക്ക കാൻഡിഡേറ്റ്സിനും ഒരു ക്വസ്റ്റ്യൻ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അതിനുവേണ്ടി കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നവരാണ് ഉണ്ടായിരിക്കുക. ഒരു ക്വസ്റ്റ്യന് കൂടുതൽ ടൈം എടുക്കുമ്പോൾ മിക്ക ക്വസ്റ്റ്യൻസും വായിച്ച് നോക്കാൻ പോലും ടൈം കിട്ടുകയില്ല. എല്ലാ ക്വസ്റ്റ്യനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. എല്ലാ ക്വസ്റ്റ്യനും ഈക്വൽ മാർക്ക് തന്നെയാണ്. 2.5 തന്നെയാണ് എല്ലാ ക്വസ്റ്റ്യനും ഉള്ള മാർക്ക്. ഇതൊക്കെ ശ്രദ്ധിച്ചാൽ CSAT ഈസിയായി നേടാവുന്നതാണ്. CSATൻ്റെ കാര്യത്തിൽ അധിക കാൻഡിഡേറ്റ്സിന് ഉണ്ടാവുന്നത് ഓവർ കോൺഫിഡൻസ് ആണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ തന്നെ ആൻസർ അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ്, അതിലൂടെ തന്നെ അധിക കാൻഡിഡേറ്റ്സും CSAT ഫെയിൽ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു CSATന് വേണ്ടിയിട്ട് ഡെയിലി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്.